ഇടുക്കി മൂന്നാർ MG കോളനിയിൽ മണ്ണിടിഞ്ഞു വീണ് സ്ത്രീ മരിച്ചു. മാലയുടെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. നന്ദുഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നന്ദുഷ, ഇവരെ രക്ഷപ്പെടുത്തിയായിരുന്നു കുറച്ചു മുന്നേ. ഇപ്പോൾ മരിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ച ശേഷമായിരുന്നു മരണം സ്ഥിരീകരിച്ചത്. ഇന്ന് ഉച്ച മുതൽ തന്നെ മൂന്നാർ മേഖലയിൽ കനത്ത മഴയായിരുന്നു ഉണ്ടായിരുന്നത്. MG കോളനിയുടെ മുകളിലുണ്ടായിരുന്ന മൺതിട്ടയാണ് ഈ കുമാർ എന്ന ആളുടെ വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. അതിനുള്ളിൽ പെട്ടുപോയതാണ് കുമാറിന്റെ ഭാര്യ മാല. മാലയ്ക്ക് 30 ആയിരുന്നു. ദേവികുളം SDO ഓഫീസ് ഇടുക്കി മൂന്നാർ MG കോളനിയിലാണ് മണ്ണിടിഞ്ഞു വീണത്. മാല എന്ന സ്ത്രീയുടെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. അത്യന്തം ദാരുണമായ സംഭവം. അവരുടെ മരണം സംഭവിച്ചു. രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇടുക്കി ജില്ലയിൽ ഇന്ന് ഉച്ച തൊട്ട് തന്നെ കനത്ത മഴയാണ്. കനത്ത മഴയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. MG കോളനി സ്വദേശിനി മാലയുടെ ദേഹത്തേക്ക് മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. മാലയെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാല മരണപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത്. നന്ദുഷ, തുടർന്നോളൂ. പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകൾ നീണ്ടു നടത്തിയ രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ഈ മാല എന്ന സ്ത്രീയെ പുറത്തെടുക്കാനായത്. ഇവരുടെ ശരീരം മുഴുവൻ മണ്ണിനടിയിൽ പെട്ട നിലയിലായിരുന്നു. വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. അതിനുശേഷം ഇവരെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. ബോധരഹിതയായ നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഏതായാലും ഈ ഉച്ച മുതൽ തന്നെ ഈ മേഖലയിൽ കനത്ത മഴയാണുള്ളത്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയും നിലനിൽക്കുകയാണ്. ഈ അപകട സാധ്യത കണക്കിലെടുത്ത് ഇടുക്കിയിലേക്കുള്ള രാത്രി യാത്രയിൽ ജില്ലാ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ട്. ഏതായാലും ദേവികുളം SDO ഓഫീസിലെ ജീവനക്കാരനാണ് കുമാറിന്റെ ഭാര്യ മാലയാണ് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടത്. നന്ദുഷ, ഈ ആശുപത്രിയിൽ എത്തിച്ച ശേഷമായിരുന്നു ഇവരുടെ മരണം സ്ഥിരീകരിച്ചത്. ഏറെ പണിപെട്ടിരുന്നു. എത്ര മണിക്കൂറായിരുന്നു ഈ ഒരു രക്ഷാപ്രവർത്തനം നടന്നത്? ഉച്ചയ്ക്ക് 3 മണിയോടെ ആയിരുന്നു മണ്ണിടിച്ചിലുണ്ടായത്. അതിനുശേഷം ഏറെ നേരം പണിപ്പെട്ടിട്ടാണ് ഈ മണ്ണിനടിയിൽ നിന്നും മാലയെ പുറത്തെടുത്തത്. പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരും എത്തിയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. എത്ര പേർ വീടിനുള്ളിൽ അല്ലെങ്കിൽ മണ്ണിനടിയിൽ ഉണ്ടായിരുന്നു എന്നതിനെ ചൊല്ലി അവ്യക്തതകൾ നിലനിന്നിരുന്നു. നാട്ടുകാരാണ് പറഞ്ഞത് ഒരാൾ എന്തായാലും ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ സ്ത്രീയെ പരിസരത്തു നിന്നും കാണാതെ വന്നതോടെയും ഇവർ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് പരിസരവാസികൾ സ്ഥിരീകരിച്ചതോടെയുമാണ് ഈ സ്ത്രീ മണ്ണിനടിയിൽ ഉണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നത്. അതിനുശേഷം മണ്ണിളക്കിയുള്ള തിരച്ചിലിനിടെയാണ് മാലയെ കണ്ടെത്താനായത്. മാലയെ ബോധരഹിതയായ നിലയിലായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ആശുപത്രിയിൽ വെച്ചാണ് മരണം സ്ഥിരീകരിച്ചത്. ഏതായാലും നിലവിൽ പ്രദേശത്തൊക്കെ തന്നെ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ നാട്ടുകാർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.